കൂട്ടുകാരെ, ഒരു കുട്ടി കഥ കേട്ടാലോ? കഥയുടെ പേര് അംഗീകരിക്കാൻ പഠിക്കാം. ഒരു രാജ്യത്ത് ഒരു രാജാവ് ഉണ്ടായിരുന്നു. രാജാവ് വിനയാന്വിതനും ശാന്തശീലനുമാണെന്നാണ് പൊതുജന അഭിപ്രായം. കൊട്ടാരത്തിലെത്തിയ ഗുരുവിനോട് രാജാവ് ചോദിച്ചു, എന്താണ് ഈ അഹംഭാവം? ഗുരു പറഞ്ഞു, ഇത്രയും നിസ്സാരമായ ചോദ്യം ഒരു രാജാവ് ചോദിക്കുമെന്ന് ഞാൻ കരുതിയില്ല. പൊതുസദസ്സിലുണ്ടായിരുന്ന എല്ലാവരും ചിരിച്ചു. ആ മറുപടിയിൽ രാജാവിന്റെ മുഖവും ചുമന്നു. ഗുരു പറഞ്ഞു, രാജാവേ, ഇതാണ് അഹംഭാവം. കുഞ്ഞുങ്ങളെ, ഈ കഥയിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? എന്ത് കേൾക്കുമ്പോഴാണോ, എവിടെ തൊടുമ്പോഴാണോ ഒരാൾക്ക് മുറിപ്പെടുന്നത്, അതാണ് അയാളുടെ ഈഗോ. എല്ലാവരും അവനവൻ കെട്ടിപ്പൊക്കുന്ന ചീട്ടുകൊട്ടാരങ്ങളിലാണ് താമസം. പുറമെ ബലപ്പെടുത്തുകയും മോടി പിടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ലഭിക്കുന്ന ബഹുമതികളെല്ലാം പേരിനൊപ്പം കൂട്ടിച്ചേർക്കുന്നതും മികവുകൾ എല്ലാവരും വിളിച്ചു പറയണമെന്ന് വാശി പിടിക്കുന്നതും ചെയ്തികളെ എല്ലാവരും അംഗീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നതും അഹംഭാവത്തിന്റെ പൊടിപടലങ്ങൾ അടിത്തട്ടിൽ അടിഞ്ഞുകൂടിയിരിക്കുന്നത് കൊണ്ടാണ്. സ്വന്തം കഴിവിനെയും സ്വത്വത്തെയും സ്വയം വിലമതിക്കുന്നത് ആത്മാഭിമാനം. അവയെല്ലാം മറ്റുള്ളവരും കണ്ടെത്തി ബഹുമാനിക്കണമെന്ന ചിന്തയാണ് അഹംഭാവം. കുഞ്ഞുങ്ങളെ, അഹംഭാവമില്ലാതെ ജീവിക്കാൻ നമുക്ക് കഴിയട്ടെ. താങ്ക് യു.